നല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ഫുട്ബോൾ ഫേവറേറ്റ് ഉണ്ട്. സുഖാണ് അവിടെ ബ്രോ? സുഖമായിട്ട് പോകുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഇന്നലത്തെ മത്സരം കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ട് ടീമിനും ജയിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബയൺ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പെനാൽറ്റി വന്നു രണ്ട് സൈഡിലും. അങ്ങനെ 2-2 എന്നുള്ള സ്കോർ ഒരു ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? അറ്റ് ദ എൻഡ് ബയൺ കൂടുതൽ ഡിസപ്പോയിന്റഡ് ആയിരിക്കും. ഇപ്പം ഹാരി കെയിന്റെ ആണെങ്കിലും തോമസ് മുള്ളറിന്റെ ആണെങ്കിലും പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂ നമുക്ക് വ്യക്തമാണ് അവർ ഹാപ്പി അല്ല വിത്ത് റിസൾട്ട് എന്നാണ്. പ്രോബ്ലി കൂടുതൽ ചാൻസുകൾ ബയണിനായിരുന്നു എന്ന് പറയാം. ഓവറോൾ റയലിൽ നിന്ന് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. ബട്ട് അലിയാൻസ് അറീനെ വന്നിട്ട് ബയൺ ജയം കണ്ടെത്താൻ പോയത് മേ ബി അവർക്കൊരു ചെറിയ ബിറ്റ് ഡിസപ്പോയിന്റിംഗ് ആയിരിക്കും. അറ്റ് ദ എൻഡ് റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ് അഗേൻസ്റ്റ് എനി മാർജിൻ ഓഫ് ലീഡ് എടുക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ബെർണബേയിൽ വന്ന് ഒരു കമ്പാക്ക് അഥവാ ബെർണബേയിൽ വന്ന് അടിച്ചിടുക ഓൾമോസ്റ്റ് നല്ല ടഫായ ഒരു കാര്യമാണ്. ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, പക്ഷെ വളരെ ടഫായിട്ടൊരു കാര്യമാണ്. സോ അറ്റ് ദ എൻഡ് റയൽ മാഡ്രിഡ് ഡ്രോയിൽ ഹാപ്പി ആയിരിക്കും, ബയൺ മ്യൂണിക്ക് ഡിസപ്പോയിന്റഡ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഫെയർ റിസൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് വേണേൽ പറയാം. കാരണം അലിയാൻസ് അറീനെ വന്ന് റയൽ ഹോൾഡ് ചെയ്തുകൊണ്ടാണല്ലോ നിന്നത്. അപ്പുറത്ത് നമ്മൾ പറയും കിമ്മിൻജയുടെ 2 മിസ്റ്റേക്ക് ആണ്, അതാണെന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് കൊണ്ടാണല്ലോ എല്ലാ ടീമുകളും ഗോൾ വഴങ്ങുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഹാപ്പൻസ്. ഫെയർ റിസൾട്ട് അറ്റ് ദ എൻഡ് എന്ന് പറയാം, പക്ഷെ ബയൺ കൂടുതൽ ഡിസപ്പോയിന്റഡ് ആയിരിക്കും അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തത്. ഹാരി കെയിൻ ഒക്കെ ഒരെണ്ണം അടിക്കായിരുന്നു വിചാരിക്കുമായിരുന്നു. ഷുവർ, പുള്ളിക്ക് 1-2 ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ടച്ച് എടുത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പറ്റി, ഒന്ന് പുറത്തേക്ക് പോയി. അങ്ങനത്തെ 2 ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി സെക്കൻഡ് സാനെ നന്നായിട്ട് കളിച്ചു. മിസ് ചെയ്തതും കുറെ മിസ്സും ഉണ്ടായിരുന്നു സാനെ. മൂസിയാല, ലെയ്മർ, സാനെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് എടുത്ത് കളിച്ചു അലിയൻസ് അറീനയിൽ. ടോണി ക്രൂസിന്റെ ഷോ ആയിരുന്നു. ചുരുക്കി പറയാനാണ് ലെയ്മറിന്റെയും മുസിയാലയുടെയും ടോണി ക്രൂസിന്റെ ഷോ രണ്ട് സൈഡിൽ. ആബ്സല്യൂട്ട്ലി രണ്ടുപേരും അടിപൊളിയായിരുന്നു. അപ്പൊ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള ഇന്നത്തെ മത്സരത്തെ കുറിച്ചാണ്. ഡോർമണ്ട് വേഴ്സസ് PSG. അപ്പൊ PSG എന്ന് പറയുന്നത് പുറത്തു പോയി എന്ന് വിചാരിച്ച് അവർ തിരിച്ചു വന്നു. ഇപ്പോഴും ഡോർമണ്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബ്രോ, എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? കാരണം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കഴിഞ്ഞ സീസണിൽ ഇതുപോലുള്ള ഒരു അവസരം നിങ്ങൾ കളഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഫൈനലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നമ്മള് പഴയ ഫോമിലേക്ക് വരുമോ? ഇന്ന് ഡോർമണ്ടിനെ മെയിൻ ആയിട്ട് ഡോർമണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീങ് എ ബാർസ ഫാൻ, ഐ ഡോണ്ട് വാണ്ട് ടു സീ PSG ഗോയിങ് ത്രൂ ദ ഫൈനൽ ആഫ്റ്റർ എവരിതിങ്. കഴിഞ്ഞ കളിയിൽ എംബല്ലയുടെ അവന്മാരുടെ ഇപ്പം ഏറ്റവും കൂടുതൽ PSG ഫാൻസ്, ഇവർ റയൽ മാഡ്രിഡ് ഫാൻസ് പോലും ഇങ്ങനെ ഇട്ട് കയറിയിട്ടില്ല. ഇപ്പൊ PSG-യുടെ ഗ്രൂപ്പ് ആണെങ്കിലും പല യൂട്യൂബ് ചാനൽസിലൊക്കെ ആണെന്ന് കാണാം, ബാർസനെ ഇട്ട് ട്രോളി കീറുകയൊക്കെയാണ്. അതിനകത്ത് തന്നെ എനിക്ക് PSG പോകുന്ന കാണാൻ ഒരു താല്പര്യമില്ല. പക്ഷെ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ RB ലൈപ്സിഗിനോട് 4-1 തോറ്റിട്ടാണ് ഡോർമണ്ട് വരുന്നത്. ഈവൻ അവരുടെ ലീഗ് ഫോമും ചാമ്പ്യൻസ് ലീഗ് ഫോമും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ലീഗിൽ അവർ ഗോളുകൾ വഴങ്ങുമ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ അത്യാവശ്യം നല്ലൊരു ഡിഫൻസീവിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഹമ്മൽസും സ്കോട്ടർ ബാക്കും ചാമ്പ്യൻസ് ലീഗ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അഗെയിൻസ്റ്റ് ബർക്കോള, കിലിയൻ എംബാപ്പെ, ഉസ്മാൻ അണ്ടർ ലൂയിസ് എൻറിക്ക ടീം ഒന്ന് ഇപ്പൊ ഗ്രൂപ്പ് സ്റ്റേജ് ഇവർ കളിച്ച പോലല്ല. ഗ്രൂപ്പ് സ്റ്റേജ് കളിച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാരീസ് സാൻ ജെർമൻ മച്ച് ബെറ്റർ ആയി. ആ ടീമിനെ ലൂയിസ് എൻറിക്ക മച്ച് ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇന്ന് സിഗ്നൽ ഇഡൂന പാർക്കില് അറ്റ്ലീസ്റ്റ് ഒരു 2 ഗോൾ മാർജിൻ ലീഡ് എടുത്തുകൊണ്ട് പോകാതെ പാർട്ടി ഫ്രാൻസ് എന്തേലും ഒരു മിറക്കിളിൽ പിടിച്ചു നിൽക്കാമെങ്കിൽ ആയതുള്ളൂ. പിന്നെ എനിക്ക് ആകപ്പാടുള്ള ഒരു ഹോപ്പ്, ഞാനൊരു ബാർസ ഫാനാണ്, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ബാർസനെക്കാളും പ്രോബബ്ലി കുറച്ചുകൂടെ ത്രെറ്റ് ഇൻ അറ്റാക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സ് ഡോർമണ്ടിലുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നു. ഇവൻ അഴിയമി ആണേലും സാൻജോ ആണേലും ഫുൾക്കുർഗ് ഓഫ് ദ ബെഞ്ച് ഫുൾക്കുർഗ് ആണേലും അല്ലെങ്കിൽ യൂലിയൻ ബ്രാൻഡ് ഒക്കെ പോലത്തെ ഒരു പ്ലെയർ ആണെങ്കിലും പ്രോബബ്ലി ലെവൻഡോസ്കി ഒക്കെ ഞാൻ കൊണ്ടെന്ന് പറഞ്ഞാൽ ലെവൻഡോസ്കിയുടെ ഒക്കെ ഫോം ഈ സീസൺ ഓവറോൾ ഡൗൺ ആണ്. പക്ഷെ ഓവറോൾ നോക്കാനാണെങ്കിൽ ബാർസയെക്കാളും കുറച്ചുകൂടെ പേസ്, കുറച്ചുകൂടെ ഡയറക്ട്നെസ്, കുറച്ചുകൂടെ കൗണ്ടേഴ്സിൽ മേ ബി സ്പേസസ് കിട്ടിയാൽ ബാർസയെക്കാളും കൂടുതൽ ഹേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ഒബ്വിയസ്ലി ഡോർമണ്ട് ഉണ്ട്. അതാണ് ഒരു ഹോപ്പ്. പക്ഷെ അതേ സമയത്ത് ഡിഫെൻസീവ്ലി അതേ സമയത്ത് ബാർസനെക്കാളും വള്ളറബിൾ ആണ് ബോർസിയ ഡോർമണ്ട്. സോ ഗോൾസ് വഴങ്ങും, അതുപോലെ തന്നെ ഗോൾസ് അടിക്കുകയും ചെയ്യും. പക്ഷെ കൂടുതലും കാണാനായിട്ട് ചാൻസ് PSG ഗോൾസ് അടിച്ചു കൂട്ടുന്നതാണ് രണ്ടിലേക്കുമായിട്ട്. അതെ, 100%. അപ്പൊ നല്ലൊരു മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, ഷാവി പോകുന്നൊക്കെ പറഞ്ഞു, പക്ഷെ പുള്ളിനെ കൺവിൻസ് ചെയ്ത് ഇപ്പോ അടുത്ത സീസണിൽ നിൽക്കുന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ബ്രോ ഹാപ്പിയാണോ? ഞാൻ ഓവറോൾ ഹാപ്പിയാണ്. ഞാൻ സാവി സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പലർക്കും പല ഒപ്പീനിയൻ കാണും, പക്ഷെ എന്നാലും മെജോറിറ്റി ഓഫ് ദി ബാർസലോണ ഫാൻസ് സാവി സ്റ്റേ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. ബ്രോയ്ക്ക് തന്നെ ഊഹിക്കാം, ഒരു സാവിയുടെ അത്ര ലോ വേജസിൽ ഒന്നൊരു കോച്ചിനെ കിട്ടാൻ പാടായിരിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഇത്രയും പ്ലേയേഴ്സിനെ മനസ്സിലാക്കി വന്ന സാവിയുടെ സ്ഥാനത്ത് ഇപ്പം ഹാൻസിപ്പിളൊക്കെ വരുമ്പോൾ സാവിയായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പുള്ളി വന്നിട്ട് കൂടുതൽ സൈനിങ്സ് ഡിമാൻഡ് ചെയ്യും. ഇപ്പം തോമസ് ട്വിച്ചർ ആണെന്ന് നമുക്കറിയാം, വന്നതിന് ശേഷം പുള്ളിക്കുള്ള സൈനിങ്സ് കിട്ടിയില്ലെങ്കിൽ പുള്ളിയും ക്ലബിൽ കിടന്ന് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. സോ ബാർസലോണ ഇത്രയും ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അക്കാഡമി പ്ലേയേഴ്സിനെ വെച്ച് മുന്നേറാനായിട്ട് എന്തുകൊണ്ടും
സാവിക്കറിയാം. ഇപ്പൊ സാവിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? പുള്ളി ബാർസയുടെ കോച്ച് അല്ലാതെപ്പോഴും പുള്ളി കണ്ടിന്യൂസ് ബാർസ മെയിൻ ടീമിന്റെ കളി കാണുന്നതിനേക്കാളും കൂടുതൽ ഡയറക്റ്റ് വന്ന് കണ്ടത് ബാർസ അത്ലറ്റിയുടെ കളികൾ കാണാനായിട്ട് പുള്ളി റെഗുലർലി ഇപ്പൊ ഖത്തറിൽ പുള്ളി കോച്ച് ചെയ്യുന്ന സമയത്ത് വരുമായിരുന്നു. സോ പുള്ളി അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ അക്കാഡമിക്കും പറ്റുമൊക്കെ. സോ അതിനകത്ത് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ എന്തുകൊണ്ടും അക്കാഡമി പ്ലേയേഴ്സിനെ നല്ലപോലെ അറിയാവുന്ന സാവി വരുന്നതന്നെയാണ് നല്ലത്. പക്ഷെ സാവി ടാക്ടിക്കലി ഇമ്പ്രൂവ് ആണ്, അത് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ സാവി സ്റ്റേ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു കോച്ച് വന്നാൽ സൈനിങ്സ് ഡിമാൻഡ് ആകപ്പാടെ വിഷയവും. പുള്ളി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ പുള്ളിക്ക് അറിയാം പ്ലേയേഴ്സിന്റെ ലെവൽ അറിയാം, അങ്ങനെ ഒരു ഗുണം. അതെ, ഇപ്പോ ലലീഗയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് ഏതാണ്ട് റയലിന്റെ സൈഡിലേക്ക് പോകുന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത്. അപ്പൊ ഇനിയൊരു ഭയങ്കര എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ ഈ ഒരു സീസൺ ഒരു ടോപ്പ് 4 എന്ന രീതിയിൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി പുഷ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അപ്പൊ നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോ? ഒബ്വിയസ്ലി ആകപ്പാട് ഒരു പോസിറ്റീവ് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയാണ്. ഞാൻ ഈ സീസൺ എക്സ്പെക്ട് ചെയ്തു ക്വാർട്ടർ ഫൈനൽ എത്തിയാൽ ഐ വിൽ ബി റിയലി ഹാപ്പി എന്നാണ്. പക്ഷെ ഞാൻ ഒരു ഡൊമസ്റ്റിക് ടൈറ്റിൽ അറ്റ്ലീസ്റ്റ് കോപ്പ ഡെൽ റേ പ്ലസ് ഈവൻ ലീഗ് കയ്യിൽ നിന്ന് പോയാലും മേ ബി 1 or 2 പോയിന്റ്സ് പോയാൽ ഐ വിൽ ബി ഹാപ്പി ആയിരുന്നു. ഞാൻ അത്ര ഇത് കൊടുക്കുന്നില്ല. ഇതിപ്പോ 11 പോയിന്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു കോമ്പറ്റീഷൻ റയലിന് കൊടുത്ത പോലെ തോന്നുന്നില്ല. സോ നെക്സ്റ്റ് സീസൺ റയലാണ് ക്ലിയർ ഫേവറേറ്റ്സ്. ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കിലിയൻ എംബാപ്പെ ആരൊക്കെ വന്നാലും ക്ലിയർ ഫേവറേറ്റ്സ് ആണ്. ഇപ്പൊ നെക്സ്റ്റ് സീസണും എന്റെ എക്സ്പെക്ടേഷൻ ഇത് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്തുക. ആൻഡ് ലീഗ് മത്സരം ഈ ലീഗ് നെക്സ്റ്റ് സീസൺ ബാർസലോണ കൂടുതൽ ടാർഗറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അഥവാ ലീഗ് കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ മേ ബി ഒരു 1 പോയിന്റിനോ ഗോൾ ഡിഫറൻസിനോ ഒരു 2 പോയിന്റ്സിനോ അല്ല മേ ബി ആ ഒരു ഫൈനൽ മൊമെന്റ്സ് റയൽ മാഡ്രിഡിനെ ഒന്ന് വെള്ളം കുടിപ്പിച്ചാണെങ്കിലും പോവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊടുത്തെന്ന് പറയും. ഇപ്പം കറന്റ് റയലും ബാർസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ പവറിൽ അവരോട്ട് പിടിച്ചിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ നെക്സ്റ്റ് സീസൺ അവർ കൂടുതൽ സ്ട്രോങ്ങർ ആവും, ഈ സീസണേക്കാളും മച്ച് സ്ട്രോങ്ങർ ആവും. ഈ സീസൺ പ്രോബ്ലി റയലിൽ ഒരു മോശം സ്റ്റാർട്ടുമായിരുന്നു, അവരുടെ കീ പ്ലേയേഴ്സിന് ഇഞ്ചറി ഒക്കെ ആയിട്ട്. കൂടാതെ മിക്ക ടൈംസിൽ അവരുടെ കീ പ്ലേയേഴ്സിന് ഇഞ്ചറി വരികയും ചെയ്തായിരുന്നു. സോ ഈ സീസണേക്കാളും ടഫ് ആയിരിക്കും. പക്ഷെ ഈ സീസണേക്കാളും ബെറ്റർ ആയിട്ട് ലീഗിൽ പെർഫോം ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസൺ പെർഫോം ചെയ്യാൻ ഹാപ്പിയാണ്. അറോഹുവിന് റെഡ് കാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഹൂനോസ് എന്തും സംഭവിക്കാമെന്ന് ഓർത്താണ് ഇപ്പോഴും ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. ബട്ട് ലീഗിലെ ഡൊമസ്റ്റിക് കപ്സിലെ പെർഫോമൻസ് ചെയ്യാൻ ഒട്ടും ഹാപ്പിയല്ല, അത് ഇമ്പ്രൂവ് ചെയ്തേ പറ്റും നെക്സ്റ്റ് സീസൺ. അതെ, അപ്പോ ഒന്ന് EPL വരികയാണ്. ആർസണലിന് ഏതെങ്കിലും പ്രതീക്ഷ കാണുന്നുണ്ടോ? കാരണം സിറ്റി അവർക്ക് 2 പോയിന്റ് ലീഡ് ഉണ്ട്, അവർ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അവർ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന മത്സരം അവർ ജയിച്ചിട്ട് അവർ കപ്പടിക്കും എന്നുള്ള സിറ്റുവേഷൻ ആണ്. എന്തെങ്കിലും അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് അവസാന ഘട്ടത്തിൽ? എനിക്ക് പേഴ്സണലി എനിക്കൊരു അട്ടിമറിയും തോന്നുന്നില്ല. ബീങ് എ സ്പേഴ്സ് ഫാൻ ബ്രോയ്ക്ക് എന്താ തോന്നുന്നു? ഇപ്പൊ സിറ്റിയുടെ നെക്സ്റ്റ് മാച്ച് സിറ്റിക്ക് ഫുള്ളാം എവയുണ്ട്, പിന്നെ ആരാണ് വൂൾസ് ഹോം ഉണ്ട്, പിന്നെ വെസ്റ്റ് ഹാം ഹോമാണ് അവസാനത്തെ മാച്ച് എന്ന് തോന്നുന്നു. പിന്നെ ടഫ് പിക്ചർ ടോട്ടൻഹാം എവയാണ്. ആ ടോട്ടൻഹാം എവയാണ് പ്രോബബ്ലി തലവേദന കൊടുക്കാനായിട്ട് ചാൻസ്. എന്താണ് പ്രോയ്ക്ക് തോന്നുന്നു? നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു സാധാരണ നമ്മള് സ്പേഴ്സ് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫൈറ്റ് കൊടുക്കാറുണ്ട്. അതിപ്പോ എപ്പോഴും സിറ്റി വന്നാലും നമ്മളാണ് അവർ അപ്സെറ്റ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഒരു ഡ്രോ പിടിക്കും, ചിലപ്പോൾ ജയിക്കും, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷെ ഈ സീസണിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ടാക്ടിക്കൽ പ്ലാൻ ബി ഇല്ലാത്തത് കാരണം നമ്മുടെ സെറ്റപ്പ് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അത് ഒരു പ്രാവശ്യം FA കപ്പിൽ പെപ്പ് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നത്, നിങ്ങൾ ഫുൾ ബാക്കിനെ വിളിച്ചിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ടത്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. പുള്ളി ഫുൾ ബാക്കിനെ അങ്ങ് പൂട്ടി, അതോടെ നമ്മൾ അറ്റാക്കിംഗ് ഔട്ട്ലെറ്റ് ഒക്കെ തീർന്നു പോയി. അപ്പൊ ആ സംഭവം പെപ്പിന് അറിയാം. അപ്പൊ പുള്ളി അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും ഫോർമേഷനിൽ കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷെ നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആർസണലിനെതിരെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ ബോറ് കളിയായിരുന്നു, അപ്പൊ സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. അങ്ങനെ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവര് ഒരു ഡ്രോയിലേക്കൊക്കെ പോയാൽ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ആർസണലിന് ഇപ്പൊ സിറ്റിനെ തോപ്പിച്ച് ആർസണലിന് കപ്പ് കൊടുക്കുന്നത് നിങ്ങൾ ഹാപ്പിയാണ്? അതാണ് മെയിൻ ആയിട്ടുള്ള, അതാണ് മെയിൻ പ്രശ്നം. ഇതിപ്പോ നമ്മളൊരു ചെകുത്താനും കടലിനടയിലുള്ള സിറ്റുവേഷൻ ആണ്. അതായത് നമ്മൾ സിറ്റിയെ തോപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 4 ചാൻസസ് അവിടെ അലൈവ് ആയിരിക്കും. ഇപ്പൊ സിറ്റി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസണൽ കപ്പടിക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അപ്പൊ ഡ്രോ ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഗോൾ ഡിഫറൻസിലേക്ക് കാര്യം വരും, പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പൊ നോക്കട്ടെ എന്താ സംഭവിക്കാൻ പോവാന്ന്. എനിക്ക് അതാണ് തോന്നുന്നത് ബ്രോ. ആർസണൽ അറ്റ് എൻഡ് എനിക്ക് പേഴ്സണലി തോന്നുന്നു ആർസണൽ ആസ്റ്റൺ വില്ല മാച്ചിലോട്ട് തിരിഞ്ഞു നോക്കും. ആ മാച്ചിൽ കൊണ്ടുപോയി 3 പോയിന്റ് കളഞ്ഞതായിരിക്കും പ്രോബബ്ലി. ആ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ ഞങ്ങൾ ഒരു 2-3 ഗോൾ ലീഡിൽ പോയില്ല എന്നായിരിക്കും ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ ആർസണൽ ആലോചിക്കുക. ആസ്റ്റൺ വില്ല മാച്ചിലെ 3 പോയിന്റ്സ് കളഞ്ഞത് അറ്റ് ദ എൻഡ് ഓഫ് ദി സീസൺ ഈ 2 പോയിന്റിന് ആർസണലിന്റെ കയ്യിൽ നിന്ന് കപ്പ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. റിമൈനിങ് ഫിക്സ്റ്റേഴ്സിൽ 2 ടീമും ജയിക്കുമെന്നാണ്
ആർസണലിൽ അവരുടെ 3 മാച്ചും സിറ്റിയുടെ അവരുടെ 4 മാച്ചും ജയിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നത്. യുണൈറ്റഡ് എനിക്ക് തോന്നുന്നില്ല ബ്രോ ആർസണലിനെ പിടിച്ചു കെട്ടാൻ പറ്റും. യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡ് എന്തെങ്കിലും ഒക്കെ ഒരു മിസ്റ്റേക്ക് അവർ വരുത്തും. കസമീറോ ഒക്കെ സെന്റർ ബാക്ക് ആയിട്ടൊക്കെ ഇപ്പൊ ശോകമാണ്. സോ അവസാനത്തെ ക്വസ്റ്റ്യൻ ആർനെ സ്ലോട്ടിനെ പറ്റിയാണ്. അപ്പൊ പെപ്പ് പോവാണ്, പെപ്പല്ല ക്ലോപ്പ് പോവാണ്, ക്ലോപ്പിന് പകരം ആർനെ സ്ലോട്ട് വരുന്നുണ്ട്. ബ്രോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞ അപ്പൊ എന്താണ് ബ്രോയുടെ അഭിപ്രായം? പുള്ളി ഡച്ച് കോച്ചാണ്, അവിടെ ഫർനൂഡിൽ നമുക്കറിയാം പുള്ളി തകർത്ത് വാരിയിട്ടുണ്ട്. പക്ഷെ അതുപോലെയാണ് ടെന്നാഗും വന്നത്. ടെന്നാഗ് വന്നതിന് ശേഷം പുള്ളി സ്ട്രഗിൾ ചെയ്തു കുറച്ച്. പക്ഷെ EPL ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ പറ്റത്തില്ല. പിന്നെ ലിവർപൂൾ പോലത്തെ ഒരു ടീമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഫസ്റ്റ് സീസൺ ചിലപ്പോൾ ടഫായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കുറെ പ്ലെയർ ഔട്ട് ഓഫ് ഫോം ആണ്, കുറച്ച് പേര് പുറത്തേക്ക് പോകും. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു റീബിൽഡിലേക്ക് ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഒബ്വിയസ്ലി അതായിരിക്കും നെക്സ്റ്റ് സീസൺ ലിവർപൂളിന് ഏറ്റവും ബെസ്റ്റ് ടോപ്പ് 4 എയിം ചെയ്യുക എന്നുള്ളതായിരിക്കും. ടൈറ്റിലിനേക്കാൾ ഒരു ടോപ്പ് 4 റേസിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതായിരിക്കും. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ പറ്റുന്നത്ര ഒന്ന് പോകുക എന്നുള്ളതായിരിക്കും. കാരണം നെക്സ്റ്റ് സീസൺ ഒത്തിരി ചേഞ്ചസ് മേ ബി ലിവർപൂളിൽ നമ്മൾ കണ്ടെന്ന് വരാം. ഒരു ഇപ്പം റിച്ചാർഡ് ഹ്യൂഗ്സും മൈക്കിൾ എഡ്വേർഡ്സും അവരെ സ്ലോട്ട് കൂടെ വരുവാണ്. സോ അവരവരുടെ ഡേറ്റയും മറ്റും ഒക്കെ വെച്ചാണ് സ്ലോട്ടിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നമ്മള് പ്രോബബ്ലി ഇപ്പൊ കോച്ചുമാരുടെ കാര്യത്തിലാണെങ്കിലും സൈനിങ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു 70% സൈനിങ്സ് ഫ്രം ഡച്ച് ലീഗ് പ്രീമിയർ ലീഗ് ഫ്ലോപ്പ് ആവുന്നതാണ്. 30% ക്ലിക്ക് ആവാറുണ്ട്. ഒരു 10-7 ഫ്ലോപ്പ് ആവുന്നതാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത്. സോ സ്പേഴ്സിനോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ എത്ര കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒബ്വിയസ്ലി ഈ സ്ലോട്ടിന്റെ ടാക്ടിക്സ് നോക്കാനായിട്ടാണെങ്കിൽ വിത്തൗട്ട് ദ ബോൾ ഹൈ ഇന്റൻസിറ്റി എന്ന് പ്രസ് ചെയ്യുക, ബോൾ റിക്കവർ ചെയ്യുക, അതൊക്കെ ക്ലോപ്പുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിലും പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എസ്പെഷ്യലി അറ്റാക്ക് ഇപ്പൊ ഡയറക്ട്നെസ് വളരെ കുറവാണ്. പുള്ളിനെ മാർസലോ ബിയൽസി ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. സ്റ്റൈൽ ഓഫ് പ്ലേയിലല്ല, ക്യാരക്ടർ വൈസിൽ. അതായത് സിറ്റുവേഷൻ ഏതാണേലും നമ്മൾ നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേ കളിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ മാർസലോ ബിയൽസിക്ക്. ഇപ്പൊ നമ്മൾ 5-0 പുറകെ നിൽക്കുകയാണെങ്കിലും 1-0 ലീഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും 90+2 മിനിറ്റായി 1 മിനിറ്റോട് ഉള്ളെങ്കിൽ നമ്മൾ ബോൾ കിട്ടിയ അറ്റാക്കിന് പോകണം. അതാണല്ലോ നമ്മുടെ മാർസലോ ബിയൽസിയുടെ ഒരു ഫിലോസഫി. അത് ഇങ്ങേർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് പുള്ളി ചേഞ്ച് ചെയ്യുമായിരിക്കും, റോങ്. പക്ഷെ പ്രീമിയർ ലീഗിൽ അത് എന്തുമാത്രം സൂട്ടബിൾ ആയി. ഇപ്പൊ പെപ്പ് ആണെങ്കിലും ക്ലോപ്പ് ആണെങ്കിലും എല്ലാവരും കാണുന്നതാണ്. 1 മിനിറ്റ് ഉള്ളൂ പ്രൊട്ടക്ട് ചെയ്യണ, ലീഡ് പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് അവർ ചെയ്യുന്നത്. സോ അത്ര റിജിഡായിട്ട് പുള്ളി ഇവിടെ വന്ന് നിൽക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ അത് അങ്ങനെ പോകാനായിട്ടാണെങ്കിൽ പാടാവും. പിന്നെ പുള്ളി വൈഡ് ഏരിയാസിൽ യൂസ് ചെയ്യുന്ന ഫുൾ ബാക്സിനാണ് അറ്റാക്കിന്. പിന്നെ സെൻട്രൽ ഏരിയാസ് ത്രൂ, ഷോർട്ട് പാസസ് ത്രൂ, പ്ലസ് ത്രൂ ഒക്കെ അവർ പുള്ളി അറ്റാക്കിന് ശ്രമിക്കാറുണ്ട്. പക്ഷെ പ്രീമിയർ ലീഗ് വൈഡ് ഏരിയാസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം എന്തുമാത്രം ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം സെൻട്രൽ ഏരിയാസിലൂടെ തന്നെ അറ്റാക്ക്, ഷോർട്ട് പാസസ് ത്രൂ മാത്രം അറ്റാക്ക് ഭയങ്കര പാടായിരിക്കും. നമുക്ക് നോക്കാം എന്താവുന്നു. എന്തായാലും ചേഞ്ച് ആവും. പുള്ളി എന്തായാലും ടാക്ടിക്കലി സൗണ്ട് ആയ ഒരു കോച്ചാണ്. പക്ഷെ ഡച്ച് ലീഗിൽ നിന്ന് വരുന്നതിന്റെ ഒരു പേടിയുള്ളൂ. ഫെയ്നോട് യൂറോപ്പിൽ അധികം സൂപ്പർ അല്ലായിരുന്നു ഈ വർഷം ചാമ്പ്യൻസ് ലീഗിൽ യൂസ് ചെയ്തത്. ശരിയാണ്, കറക്റ്റ് ആണ്. ഏതായാലും നമുക്ക് നെക്സ്റ്റ് ഇയർ വരെ കാത്തിരിക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിന്. ഓൾ ദി ബെസ്റ്റ് ഡോമണ്ടിന്. ഇപ്പൊ കളി കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഓക്കെ, ബൈ ബ്രോ, ടേക്ക് കെയർ.